Good morning, students. Keam 2021 ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The value of integral pi by h to 3 pi by h sin raised to 4x dx by sin raised to 4x plus cos raised to 4x. ഇതിന്റെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫോർമുല ഓർത്തിരിക്കുക. ആ ഫോർമുല ഇതാണ്. ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ a to b f of a plus b minus x dx. ഇതാണ് ആ ഫോർമുല. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പൈ ബൈ 8 3 പൈ ബൈ 8 സൈൻ റേസ് ടു 4x dx ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. ഇതിന് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ആൾസോ ഐ ഈസ് ഈക്വൽ ടു, വീണ്ടും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതാം. പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതുമ്പോൾ എന്ത് വരും നോക്കി? പൈ ബൈ 8 3 പൈ ബൈ 8 സൈൻ റേസ് ടു 4. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? എ പ്ലസ് ബി മൈനസ് എക്സ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ബൈ 8 ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പൈ ബൈ 8 ആണ്. അപ്പൊ നമുക്ക് പൈ ബൈ 8ഉം 3 പൈ ബൈ 8ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടണം നോക്കിയേ? 4 പൈ ബൈ 8 വരും. 4 പൈ ബൈ 8 എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ബൈ 2 എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പൈ ബൈ 2 മൈനസ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെ ഇതുപോലെ നമുക്ക് സൈൻ റേസ് ടു 4 പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോസ് റേസ് ടു 4 പൈ ബൈ 2 മൈനസ് എക്സ്. പൈ ബൈ 2 വന്ന എങ്ങനെയാണ്? ഈ പൈ ബൈ 8ഉം 3 പൈ ബൈ 8ഉം കൂട്ടി കഴിയുമ്പോൾ 4 പൈ ബൈ 8 വരും. 4 പൈ ബൈ 8 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കി? ഇന്റഗ്രൽ പൈ ബൈ 8 3 പൈ ബൈ 8 സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോസ് തീറ്റയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? കോസ് റേസ് ടു 4x dx ഡിവൈഡഡ് ബൈ താഴെ എന്ത് കിട്ടും? സൈൻ റേസ് ടു 4x സൈൻ റേസ് ടു 4x പൈ ബൈ 2 കൊടുക്കുമ്പോൾ കോസ് റേസ് ടു 4x പ്ലസ് സൈൻ റേസ് ടു 4x. ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. അപ്പൊ പ്രോപ്പർട്ടി ഉപയോഗിച്ചപ്പോ ന്യൂമറേറ്ററിലെ സൈൻ റേസ് ടു 4x dx എന്തായിട്ട് മാറി? കോസ് റേസ് ടു 4x ആയി. ഡിനോമിനേറ്ററിലെ സൈൻ റേസ് ടു 4 എന്തായിട്ട് മാറി? കോസ് റേസ് ടു 4 ആയി. കോസ് റേസ് ടു 4 എന്നുള്ള എന്തായി? സൈൻ റേസ് ടു 4 ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1ഉം 2ഉം കൂടിയാണ് കൂട്ടുക. 1 2 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ആയി കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? പൈ ബൈ 8 3 പൈ ബൈ 8. ഇത് കൂട്ടി കഴിയുമ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. ഡിനോമിനേറ്റർ രണ്ടിന്റെ സെയിം ആണ്. സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ആണ്. ന്യൂമറേറ്ററിൽ നമ്മൾ കൂട്ടി കഴിയുമ്പോൾ സൈൻ റേസ് ടു 4x കോസ് റേസ് ടു 4x. അപ്പൊ രണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 dx. അപ്പൊ 2i is equal to, അപ്പൊ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 പൈ ബൈ 8 മൈനസ് പൈ ബൈ 8. 3 പൈയിൽ നിന്ന് 2 പൈ കുറച്ച് കഴിയുമ്പോൾ എന്ത് വരും? 2 പൈ ബൈ 8 വരും. എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 വരും. അപ്പൊ ഐയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടണേ? പൈ ബൈ 8. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി എന്താണ്? ബി is equal to പൈ ബൈ 8. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The area of the region bounded by y is equal to 5x, x-axis, and x is equal to 4 is A എന്നുള്ള ആൻസർ 40, B എന്നുള്ളത് 80, C എന്നുള്ളത് 20, D എന്നുള്ളത് 50, E എന്നുള്ളത് 60. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. y equal to 5x-ഉം x ആക്സിസും x equal to 4. അപ്പൊ ആദ്യം തന്നെ ഒരു ഫിഗർ വരയ്ക്കാം. നമ്മൾ ഫിഗർ വരച്ച് കഴിയുമ്പോൾ y equal to 5x എന്ന് പറഞ്ഞതാണ് സെന്ററിലൂടെ കടന്നു പോകുന്നത് ഈ ലൈനാണ്. y is equal to 5x. ഇനി x is equal to 4 എന്ന് പറഞ്ഞാൽ ഇത് x is equal to 4 ആണ്. x ആക്സിസ് എന്ന് പറഞ്ഞതാണ്. ഇത് മൂന്നും കൂടി ബൗണ്ട് ചെയ്ത ലൈൻ ഏതാണ്? ഇതാണ് നമ്മുടെ ഏരിയ. അപ്പൊ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ഏരിയ is equal to ട്രയാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് BH എന്നാണ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള എത്രയാ? 4 നമുക്കറിയാം. ഇനി നമുക്ക് y എത്ര ഹൈറ്റ് കിട്ടണം. ഇവിടെ നമ്മൾ ഹൈറ്റ് കിട്ടാനായിട്ട് x is equal to 4 ആകുമ്പോൾ yയുടെ വാല്യൂ എത്രയാണ്? 5 into 4 ദാറ്റ് ഈസ് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ 20 ഇവിടെ കൊടുക്കുക. 2ഉം 4ഉം വെട്ടിക്കളഞ്ഞാൽ 2 വരും. അപ്പൊ ആൻസർ എത്രയാണ്? 40. 40 എന്നുള്ള ആൻസർ ഉണ്ടോ നോക്കിയോ? ആൻസർ ഉണ്ട്.
അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ, കറക്റ്റ് ആയിട്ട് ആൻസർ കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഫിഗറിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഏരിയ. ഇവിടെ ഏരിയ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ ആണുള്ള ഫോർമുല എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ബേസ് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള എക്സിന്റെ അതില്. അപ്പൊ 0 to, അപ്പോൾ ഇവിടെ ഈ എക്സ് ഇക്വൽ 4 എടുക്കുക. വൈ കിട്ടാനായിട്ട് എക്സ് ഇക്വൽ 4 എടുക്കുമ്പോൾ വൈ എത്രയാണ് നോക്കാം. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാർഫോർ ദ ആൻസർ വിൽ ബി 40. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The general solution of മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The general solution of the differential equation y minus xy dash is equal to x square plus y square is, in the options, y is equal to x tan x minus c, y is equal to tan x plus c, y is equal to x square tan x plus c, y is equal to x tan x plus c, y is equal to x tan x plus cx ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡിഫറൻഷിയേഷൻ എടുത്ത് എഴുതാം. y മൈനസ് എക്സ് വൈ ഡാഷ്, ഈ വൈ ഡാഷ് വരെ എന്ത് എഴുതാം? dy by dx എഴുതാം, ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y dx മൈനസ് എക്സ് dy ഡിവൈഡഡ് ബൈ dx ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. Then y dx minus x dx, y dx minus x dy divided by x square plus y square is equal to dx. dx നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഷിഫ്റ്റ് ചെയ്യും. ഇത് നമ്മൾ ഒന്ന് നോക്കിയാൽ x dy minus y dx divided by x square plus y square is equal to minus dx. ഇത് നമ്മൾ എന്ത് ചെയ്യണം? x dy minus y dx by x square plus y square എന്താണെന്ന് നോക്കാം. എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. d of tan inverse y by x എന്ന് നോക്കാം. d of differential of tan inverse y by x. അതിന്റെ ആൻസർ എന്താ? നമുക്ക് 1 by 1 plus y square by x square into അല്ലേ, tan inverse x ന്റെ ഫോർമുല 1 by 1 plus x square ആണ്. അപ്പോൾ 1 by 1 plus y square by x square into ഇനി y by x ന്റെ ചെയ്യണം. y by x ന്റെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ x into dy minus y into dx divided by x square. നമുക്ക് x square ന്യൂമറേറ്ററിൽ പോകും. by x square plus y square into x dy minus y dx divided by x square. ഈ x square x ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x dy minus y dx divided by x square plus y square. അപ്പൊ x dy minus y dx by x square plus y square എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? d of tan inverse y by x. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ d of tan inverse y by x ന് പകരം ഇതാണ് x dy minus y dx by x square plus y square എന്ന് പറഞ്ഞാൽ എന്താണ്? d of tan inverse y by x ആണ്. റൈറ്റ് ആൻസർ എന്താണ്? minus dx. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? tan inverse y by x. അല്ല, ഇതിനെ ഡിഫറൻഷ്യൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഫംഗ്ഷൻ വരും tan inverse y by x. റൈറ്റ് ആൻസർ എന്ത് വരും? minus x plus c. ഇനി അപ്പോൾ tan inverse y by x minus x plus c ആണെങ്കിൽ y by x എന്തായിരിക്കും? tan of minus c minus x. അപ്പൊ y സമം നമുക്ക് c x into tan of c minus x. അപ്പൊ ഇതിൽ ഈ ആൻസർ ഉണ്ടോ നോക്കിയേ. y equal x into tan c minus x. y is equal to x into y is equal to x into tan c minus x എന്നുള്ള ആൻസർ x into tan minus ഫസ്റ്റ് ഇതിന്റെ ആൻസർ ഇതായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓപ്ഷന്റെ ആൻസർ c minus x എന്നായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ y equal x into tan into c minus x ആയിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ y is equal to tan x plus c ആയിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ y is equal to x square plus tan x plus c ആയിരുന്നു. നാലാമത്തെ ഓപ്ഷൻ y is equal to x tan x plus c ആയിരുന്നു. അഞ്ചാമത്തെ ഓപ്ഷൻ y is equal to x tan x plus cx ആയിരുന്നു. അപ്പൊ ഇതില് ഈ y is equal to x into tan c minus x എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ് y is equal to x into tan c minus x. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, ഡിഫറൻഷ്യൽ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എഴുതണം. ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എഴുതണം. അപ്പോൾ ഇവിടെ മൈനസ് ഡി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് സി. അപ്പൊ നമുക്ക് വൈ ബൈ എക്സ് ഈക്വൽ ടാൻ ഓഫ് സി മൈനസ് എക്സ് വരും. സി നമ്മൾ ആദ്യം എഴുതുന്നു, എക്സ് രണ്ടാമത് എഴുതുന്നു, സി മൈനസ് എക്സ്. അപ്പൊ വൈ ഈക്വൽ എക്സ് ഇൻറ്റു ടാൻ സി മൈനസ് എക്സ്. അപ്പൊ ആ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്താണ്? വൈ ഈക്വൽ എക്സ് ഇൻറ്റു ടാൻ സി മൈനസ് എക്സ്. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. കാരണം ഇതിനെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്നതിനെ ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്നൊക്കെ എഴുതിയാൽ മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുള്ളൂ? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആകും. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് ഈ ആൻസറിന്റെ കംപ്ലീഷനിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിന് ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പാകത്തിന് കിടപ്പുണ്ട്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് കിട്ടും. അപ്പൊ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ്, ഒരു കോൺസ്റ്റന്റ് സി ചേർത്തു. അതിനുശേഷം വൈ ബൈ എക്സ് ഈക്വൽ ടാൻ ഓഫ് സി മൈനസ് എക്സ്, വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ സി മൈനസ് എക്സ് ആൻസർ. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തോളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ.